ചന്ദ്രശേഖരി ഈ അങ്ങ് BJP സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളാണ്. ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ള പരിമിതിയും അങ്ങനെയൊക്കെ അറിയാം. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഉത്തരവാദിത്വം എനിക്കറിയാം. ഇത് കേന്ദ്രത്തിന്റെ സ്കീമാണ് എന്ന കാര്യം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. ഓണററി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളമാണ്. അപ്പൊ ഇതിനകത്ത് അവർക്ക് അവകാശമുണ്ട്, അവർ ഓണററി വർദ്ധിപ്പിക്കാവുന്ന തൊഴിലാളികളുടെ അവകാശമാണ്. പക്ഷെ ഇത് കേന്ദ്ര സ്കീമായിട്ട് കൂടി അവരെ തൊഴിലാളികളായി പ്രഖ്യാപിച്ചിട്ടില്ല. ട്രേഡ് യൂണിയനുകളെല്ലാം, അതായത് BMS പോലും അഭിപ്രായം ഉണ്ടെന്നാണ്, അവരെ തൊഴിലാളികളായി അംഗീകരിച്ചാൽ ഇതൊരു കേന്ദ്ര സ്കീമല്ല എന്ന ഉള്ള ഹെൽത്ത് വോളണ്ടിയേഴ്സ് എന്ന് മാറ്റി അവരെ തൊഴിലാളികളായി ലേബറായി അംഗീകരിച്ചാൽ തന്നെ അവരുടെ അടിസ്ഥാന ശമ്പളം തീരുമാനമാവും. അത്തരം കാര്യങ്ങൾ എടുക്കേണ്ട നിലപാടെടുക്കേണ്ട കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ പങ്കില്ലേ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ലേ? ഞാനത് പറഞ്ഞു. ഇല്ല, ഈ പറഞ്ഞ കേന്ദ്ര ഞാൻ പറഞ്ഞത് എന്താ, അല്ല ഞാൻ പറഞ്ഞത് എന്നെ ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ടീമിന്റെ ഒരു അംഗമാണ്. ഇത് സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ അതിന്റെ ആ സ്കീമിന്റെ സർട്ടൻ കോസ്റ്റ് സെൻട്രൽ ഗവൺമെന്റും സർട്ടൻ കോസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ബെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് ഈ സ്കീം മാത്രമല്ലല്ലോ, എത്രയോ സ്കീം ഉണ്ടോ അങ്ങനെ. അപ്പോ ഇവരുടെ ട്രേഡ് യൂണിയൻ സ്റ്റേറ്റസോ അവരുടെ സ്റ്റേറ്റസ് വിത്തിൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഇതിൽ എന്താണ് ഇഷ്യൂ? ഒരു സ്റ്റേറ്റില് സംസ്ഥാന സർക്കാരിൽ ഒരു CPOന്റെ എൻട്രൻസ് എക്സാം പാസ്സായി അവർക്ക് ജോലി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതെങ്ങനെയാ സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി? ഞാൻ പറഞ്ഞു ഇതെല്ലാം കോമൺ ത്രെഡ് എന്താണ്, ഇതിൽ കോമൺ തീം എന്താ? KSRTCക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, ഇതിൽ കോമൺ തീം ഉണ്ടെന്ന്. ഞാൻ ട്വിസ്റ്റ് അല്ല ചെയ്യുന്നത്, ഞാൻ ഒരു കോമൺ തീം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇവിടെ കടമില്ലാണ്ട് മുമ്പോട്ട് പോവാൻ സംസ്ഥാന സർക്കാരിന് പറ്റില്ല. അതാണ് സത്യം, മനസ്സിലാക്കണം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ